എൻ്റെ വേറെവർ ഐ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എൻ്റെ ഈ പുറകിൽ കാണുന്ന ചിത്രത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഒരു 50 വയസ്സാകുമ്പോഴേക്കും ഒരു വ്യക്തിയുടെ തലയിൽ വന്നു ചേരുന്ന വിവിധ ജീവിതഭാരങ്ങളെ കുറിച്ചിട്ടാണ്. വിവിധ ജീവിതഭാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ എന്നിവയെക്കുറിച്ചാണ്. ഇത്രയും ജീവിതഭാരം ഒരാളുടെ തലയിൽ വന്നു ചേരുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു, അതിനെക്കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ദോഷങ്ങൾ ഇതുമൂലം ഇത്രയും ഭാരം തലയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നു? ആദ്യമായി സംഭവിക്കുന്നത് അയാളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. ജീവിതത്തിൻ്റെ പരമപ്രധാനമായ മൂലധനം ആരോഗ്യമാണ്. അത് നഷ്ടപ്പെടുന്നു. രണ്ടാമതായി വർദ്ധിച്ച ധനനഷ്ടം ഉണ്ടാവും. ആരോഗ്യം നഷ്ടപ്പെടുന്നതോടെ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി വലിയ ധനനഷ്ടം ഉണ്ടാവും. 3, നമ്മൾ പേപ്പറിലൊക്കെ ഡെയിലി വായിക്കുന്നുണ്ടാവും. 7ാം കോളത്തിൽ വ്യക്തികൾ 30 വയസ്സിൽ, 40 വയസ്സിൽ, 50 വയസ്സിൽ എല്ലാം അകാല ചരമമടയുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇഹലോകവാസം വെടിഞ്ഞ് യാത്രയായി പോകുന്നു. തങ്ങളുടെ സുന്ദരിയായ ഭാര്യയെ തനിച്ചാക്കി, അല്ലെങ്കിൽ സുന്ദരനായ ഭർത്താവിനെ തനിച്ചാക്കി, നമ്മുടെ വയസ്സുകാലത്ത് നമ്മളെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുപോക്കേണ്ട നമ്മളെ പൊന്നോമനകളെ തനിച്ചാക്കി ഈ ലോകത്തോട് യാത്ര പറയുന്നു. രണ്ടാമത്തെ ദോഷം. മൂന്നാമത്തെ ദോഷം, അടുത്തത് രോഗങ്ങൾക്ക് അടിമയാവും. ഹാർട്ട് അറ്റാക്ക്, BP, ഷുഗർ, കൊളസ്ട്രോള്, സ്ട്രോക്ക്, ക്യാൻസർ, എല്ലാ രോഗങ്ങൾക്കും അടിമയായി മാറുന്നു. നമ്മൾ പണ്ടൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആദി വ്യാധിയായി മാറുന്നു. അതേപോലെ വ്യാധിക്ക് അടിമയായി മാറുന്നു. അടുത്താണ് കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ആ മാനസിക സംഘർഷം അയാളെ വിഷാദ രോഗിയാക്കി മാറ്റുന്നു. അയാൾക്ക് പോലും അറിയുന്നില്ല അയാൾ മാനസിക രോഗത്തിന് അടിമയായി എന്നുള്ളത് അയാൾ പോലും അറിയുന്നില്ല. ഒരിക്കൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു മാനസികരോഗ ആശുപത്രി സന്ദർശിക്കുകയായിരുന്നു. അവിടുത്തെ ഒരു പേഷ്യൻ്റ് ചോദിച്ചു, ഹു ആർ യു ചോദിച്ചു. അപ്പോൾ നെഹ്റു മറുപടി പറഞ്ഞു, ഐ ആം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റു പറഞ്ഞു. അപ്പോൾ ആ പേഷ്യൻ്റ് പറഞ്ഞു, ഞാൻ അത് പറഞ്ഞതിനാണ് എന്നെ ഇവിടെ കൊണ്ട് നാക്കിയിരിക്കുന്നത്, എളുപ്പം ഡോക്ടറെ കണ്ട് ഇവിടേക്ക് വന്നോളൂ പറഞ്ഞു. സ്വയം പോലും അറിയുന്നില്ല അയാൾ രോഗിയായി എന്നുള്ളൂ. അടുത്ത ദോഷം ആത്മഹത്യ. ഇന്ന് നമ്മൾ ഡെയിലി പേപ്പറിൽ വായിച്ചാൽ കാണാം, വർദ്ധിച്ച ജോലിഭാരം നിമിത്തം ആത്മഹത്യ ചെയ്തു. IT-ക്കാർ, പോലീസുകാർ, പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യുന്നു. വലിയ വലിയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഉന്നത റാങ്ക് കിട്ടിയ കുട്ടികൾ ഓരോ വർഷവും പ്രശസ്ത സ്ഥാപനങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നു. വർദ്ധിച്ച പഠനഭാരം എന്ന് പറഞ്ഞു.
വർദ്ധിച്ച ജോലിഭാരം, വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങൾ, വർദ്ധിച്ച ബാധ്യതകൾ എന്ന് പറഞ്ഞ് പലരും ആത്മഹത്യ ചെയ്തു. അടുത്ത ദോഷം, ജീവിതം എന്നുള്ളത് സന്തോഷിക്കാനുള്ളതാണ്. അത് സന്താപത്തിന് വഴിമാറും. സന്താപം പറഞ്ഞ ദുഃഖം. ഒരു ജനിച്ചു വീണ കുട്ടി ഏകദേശം 400 പ്രാവശ്യത്തോളം ചിരിക്കുന്നുണ്ട്. ഓരോ 10 വർഷം കഴിയുമ്പോഴും 20% നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു സന്തോഷത്തിൻ്റെ. 50 വയസ്സാകുമ്പോഴേക്കും സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യൻ്റെ മുഖം ആസ്ട്രേലിയപിഥേക്കസിൽ പോലെ ആവുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടാകും പരിണാമ സിദ്ധാന്തത്തിൽ മനുഷ്യൻ പരിണമിച്ചുണ്ടായത് കുരങ്ങിൽ നിന്നാണ്. ആസ്ട്രേലിയപിഥേക്കസ് എന്നാണ് നമ്മളെല്ലാം പരിണമിച്ചുണ്ടായെന്ന് പറയുന്നു. അതേപോലെ ആവും മുഖം. സന്തോഷമെല്ലാം പോയി സന്താപത്തിന് അടിമയായി മാറുന്നു. അടുത്തൊരു ദോഷം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഓരോ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമായി നമ്മൾ ഈ ലോകം വിട്ടുപോകും. നമ്മൾക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഉണ്ട്. അതൊന്നും പൂർത്തീകരിക്കാനാവാതെ ഈ ലോകം വെടിഞ്ഞു പോകും. നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാകണം. മറ്റുള്ളവർ നമുക്ക് ആശ്രയമാകേണ്ട സ്ഥിതി വരുത്തരുത്. പക്ഷെ ഇത്രയും ഭാരം നമ്മുടെ തലയിൽ വരുമ്പോൾ മറ്റുള്ളവർ നമുക്ക് ആശ്രയമാകേണ്ട സ്ഥിതി വരുന്നു. ഇതിന് പരിഹാരമില്ലേ? ഈ ഭാരം ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആയുരാരോഗ്യ സൗഖ്യത്തോടെ നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു 20 കൊല്ലം അഡീഷണലായിട്ട് ആയുസ്സം ലഭിക്കും. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് നിറവേറ്റാൻ സാധിക്കും. അതിനുള്ള ഒരു എളിയ പരിശ്രമമാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈ ചാനൽ വീക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ കുടുംബത്തിലുള്ളവരെയും എല്ലാവരെയും ഇത് വീക്ഷിക്കുവാൻ പ്രേരിപ്പിക്കണമെന്നും അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിൻ്റെ ഗുണം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഈ ഓരോ പ്രശ്നത്തെക്കുറിച്ചും വിശകലനം ചെയ്യുകയും അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ജീവിതഭാരങ്ങളെല്ലാം നമുക്ക് ഇറക്കി വെച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.